Hi all. ന്യൂക്ലിയർ മോഡൽ ഫിഷൻ ആൻഡ് ഫ്യൂഷൻ എന്നുള്ള ചാപ്റ്ററിൽ ന്യൂക്ലിയർ മോഡൽസ് മിസ് കംപ്ലീറ്റ് ചെയ്ത് തന്നിട്ടുണ്ട്. അതിന് ശേഷം വരുന്ന ഫിഷൻ എന്നുള്ള ഭാഗത്തിൽ എനർജറ്റിക്സ് ഓഫ് ഫിഷൻ എന്നുള്ള ടോപ്പിക്കാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ വാട്ട് ഈസ് എ ന്യൂക്ലിയർ ഫിഷൻ? നമുക്കറിയാം ഫിഷൻ എന്ന് പറഞ്ഞതൊരു ന്യൂക്ലിയർ റിയാക്ഷനാണ്. നമ്മൾ പഠിച്ചിട്ടുള്ള ഒരു കാര്യമാണ്. ഫിഷൻ എന്ന് വെച്ചാൽ ഫ്യൂഷൻ്റെ നേരെ ഓപ്പോസിറ്റാണ്. അതായത് ഒരു ഹെവി ആയിട്ടുള്ള എലമെൻറ്റ് സ്പ്ലിറ്റ് ചെയ്യുന്ന പ്രോസസ്സാണ് ന്യൂക്ലിയർ ഫിഷൻ എന്ന് വെച്ചാൽ. അതിൽ ഹൈ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് റേഡിയേഷൻ. അപ്പോൾ നമ്മളതിൻ്റെ ഒരു ഡെഫിനിഷനായിട്ട് പറയുകയാണെങ്കിൽ, ഇൻ ദ ഫിഷൻ പ്രോസസ് സെർട്ടൻ ഹെവി എലമെൻറ്റ്സ് സച്ച് ആസ് യുറാനിയം ആർ സ്പ്ലിറ്റ് വെൻ എ ന്യൂട്രോൺ സ്ട്രൈക്ക് ദം. ന്യൂട്രോണിന് അവിടെ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. ഒരു ന്യൂട്രോണ് ഒരു ഹെവി എലമെൻ്റ് ആയിട്ടുള്ള യുറാനിയം പോലുള്ള എലമെൻറ്റിൽ അല്ലെങ്കിൽ ന്യൂക്ലിയസിൽ സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അവ സ്പ്ലിറ്റ് ചെയ്യും. ദേ റിലീസ് എനർജി ഇൻ ദ ഫോം ഓഫ് കൈനറ്റിക് എനർജി ആൻഡ് റേഡിയേഷൻ. ആ പ്രോസസ്സ് വഴി നമുക്ക് ഐ എനർജി റിലീസ് ചെയ്യുന്നുണ്ട് കൈനറ്റിക് എനർജിൻ്റെയും റേഡിയേഷൻ്റെയും ഫോമിൽ. ദ പ്രോസസ് നോട്ട് ഓൺലി പ്രൊഡ്യൂസ് ഹൈ എനർജി ഓൾസോ അഡീഷണൽ ന്യൂട്രോൺസ്. ഈ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് നമുക്ക് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ എനർജി മാത്രമല്ല അഡീഷണലായിട്ട് ന്യൂട്രോൺസും കിട്ടും. അപ്പോൾ നമുക്കറിയാം ന്യൂട്രോൺ യുറാനിയത്തിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോഴാണ് ഈ പ്രോസസ്സ് നടക്കുന്നത്. അപ്പോൾ അഡീഷണലായിട്ട് ന്യൂട്രോൺസ് പ്രൊഡ്യൂസ് ചെയ്യുമ്പോൾ ഈ ന്യൂട്രോൺസ് വീണ്ടും ഹെവി ആയിട്ടുള്ള എലമെൻറ്റ്സിൽ പോയിട്ട് സ്ട്രൈക്ക് ചെയ്താൽ വീണ്ടും അവിടെ റിയാക്ഷൻസ് നടക്കും, ഫിഷൻ റിയാക്ഷൻസ് നടക്കും. സോ ഇതൊരു ചെയിൻ റിയാക്ഷനായിട്ട് പോയിക്കൊണ്ടിരിക്കും. So fission is a nuclear reaction in which an atomic nucleus split or fission into fragments with release of large amount of energy in the form of heat and radiation. പിന്നെ അതിൻ്റെ ഒരു പിക്ചോറിയൽ റെപ്രസെൻറ്റേഷനാണ് ഒരു ന്യൂട്രോണ് യുറാനിയം എന്ന് പറഞ്ഞ ഒരു ഹെവി എലമെൻറ്റിൽ വന്ന് സ്ട്രൈക്ക് ചെയ്യുന്ന സമയത്ത് അതിൻ്റെ സ്ട്രക്ചറൽ ഡീഫോർമേഷനൊക്കെ സംഭവിച്ചിട്ട് ഏകദേശം ഈക്വലി മാസ്സുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും വിത്ത് അഡീഷണൽ ന്യൂട്രോൺസ് ആൻഡ് ഹെവി എനർജി. പിന്നെ ഫിഷൻ്റെ എക്സാമ്പിളാണ് പറയുന്നത്. യുറാനിയം 235 സ്ട്രൈക്ക് വിത്ത് എ ന്യൂട്രോൺ, വി വിൽ ഗെറ്റ് ബേരിയോൺ 144 പ്ലസ് ക്രിപ്റ്റോൺ 90 പ്ലസ് 2 ന്യൂട്രോൺസ്. സിമിലർലി അനദർ എക്സാമ്പിൾ, യുറാനിയം 235 വിത്ത് strike with a neutron and we will get xenon 140 plus strontium 94 plus 2 neutron. അപ്പോൾ നമ്മൾ ഫിഷനെ കുറിച്ച് ഒരു ഡെഫിനേഷൻ വഴി പരിചയപ്പെട്ടു. ഇനി ഫിഷനിലോട്ട് എങ്ങനെയാണ് സയൻറ്റിസ്റ്റുമാർ എത്തിയത് എന്നുള്ളൊരു ചെറിയ ബ്രീഫായിട്ടുള്ളൊരു ഡിസ്കഷൻ പറയുന്നുണ്ട്. അതായത് 1932 ചാഡ്വിക്ക് ന്യൂട്രോൺസിനെ കണ്ടെത്തിയതിൻ്റെ ഭാഗമായിട്ട് ഈ ന്യൂട്രോൺസ് വെച്ചുള്ള പല സയൻറ്റിഫിക് ആയിട്ടുള്ള സ്റ്റഡീസ് നടന്നു. അതിൻ്റെ ഭാഗമായിട്ട് എൻറിക്കോ ഫെർമിയും അദ്ദേഹത്തിൻ്റെ വർക്കേഴ്സും ഈ ന്യൂട്രോൺസിനെ പല ഹെവി എലമെൻറ്റ്സ് അല്ലെങ്കിൽ പല എലമെൻറ്റ്സിലോട്ടും എക്സ്പോസ് ചെയ്തും പല സ്റ്റഡീസും നടത്തി. അതിൻ്റെ ഭാഗമായിട്ട് അവർ കണ്ടെത്തിയിട്ടുള്ളൊരു റിസൾട്ടാണ് ഇൻഡ്യൂസ്ഡ് റേഡിയോ ആക്ടിവിറ്റി ഫോളോവിങ് ന്യൂട്രോൺ ക്യാപ്ചർ. അതിനെ തുടർന്ന് വേറെയുള്ള കണ്ടെത്തലുകളുണ്ടായി. അതായത് 1939 ഹാനും സ്ട്രോസ്മാനും പറഞ്ഞു യുറാനിയം ന്യൂക്ലിയസിൽ ന്യൂട്രോൺ ഇറാഡിയേറ്റ് ചെയ്താലും നമുക്ക് കിട്ടുന്ന എലമെൻറ്റ് എന്ന് പറയുന്നത് ബേരിയമാണ് എന്ന് പറഞ്ഞത് ഹാൻ ആൻഡ് സ്ട്രോസ് ആണ്. അതുപോലെ തന്നെ 1939 മാഗ്നറും ഫ്രിഞ്ചും പറഞ്ഞത് എന്താണെന്ന് വെച്ചാൽ യുറാനിയം ന്യൂക്ലിയസിൽ നമ്മളൊരു ന്യൂട്രോൺ ക്യാപ്ചർ നടത്തി അല്ലെങ്കിൽ ന്യൂട്രോൺ സ്ട്രൈക്ക് ചെയ്താൽ ആ എലമെൻറ്റ് അൺസ്റ്റേബിൾ ആയിരിക്കും, അവിടെ ഒരു സ്പ്ലിറ്റിങ് നടക്കും. ആ പ്രോസസ്സിന് പറയുന്ന പേരാണ് ഫിഷൻ. അപ്പോൾ ഇങ്ങനെയാണ് ഫിഷനിലോട്ട് സയൻറ്റിസ്റ്റുമാർ എത്തിയത്. ചാഡ്വിക്കിൻ്റെ ന്യൂട്രോൺ കണ്ടെത്തൽ വഴിയാണ് ഫിഷൻ എന്ന് പറയുന്ന ഒരു വലിയ പ്രോസസ്സ് നമ്മൾ കണ്ടെത്താനിടയായത്. ഇനി ഫിഷന് നമ്മൾ പഠിച്ചിട്ടുള്ള ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺസിൻ്റെ ടേംസിൽ നമുക്ക് സിമ്പിളായിട്ട് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റും. അതായത് ഫിഷൻ ടേക്ക് പ്ലേസ് ചെയ്യണമെങ്കിൽ അവിടെ അതായത് ആ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിയിട്ട് അതായത് ആ ഹെവി എലമെൻ്റ് ആയിട്ടുള്ള ന്യൂക്ലിയസ്, അത് എക്സാമ്പിളായിട്ട് യുറാനിയം ന്യൂക്ലിയസ് എടുത്തോളൂ. ആ യുറാനിയം ന്യൂക്ലിയസിൻ്റെ ന്യൂക്ലിയർ ഫോഴ്സും കുളോംബിക് ഫോഴ്സും, നമ്മളെ ന്യൂക്ലിയസിനെ ചുറ്റിപ്പറ്റിയിട്ടുള്ള രണ്ട് ഫോഴ്സാണ് ന്യൂക്ലിയർ ഫോഴ്സും കുളോംബിക് ഫോഴ്സും. ഈ രണ്ട് ഫോഴ്സും തമ്മിൽ ഒരു ഇംബാലൻസ് വേണം. ഒരു ഇംബാലൻസ് വരുമ്പോഴാണ് ഫിഷൻ ടേക്ക് പ്ലേസ് ചെയ്യുള്ളൂ.
സോ നമുക്കറിയുന്ന ഒരു ഫാക്റ്റാണ് എന്ത്, ന്യൂക്ലിയർ എനർജി അല്ലെങ്കിൽ ന്യൂക്ലിയർ ബൈൻഡിങ് എനർജി എന്ന് പറയുന്നത് മാസ് നമ്പർ എനോട് പ്രൊപ്പോർഷണലാണ്. അതുപോലെ കുളോംബിക് റിപ്പൾഷൻ എന്ന് പറയുന്നത് അറ്റോമിക് നമ്പറിൻ്റെ സ്ക്വയറിനോടാണ് പ്രൊപ്പോർഷണലായിട്ടുള്ളത്. ഈ രണ്ട് ഫാക്റ്റും നമ്മളവിടെ നിന്ന് നോട്ട് ചെയ്യണം. പിന്നെ അതേപോലെ തന്നെ ഫിഷൻ ഒക്കർ ചെയ്യുന്നത് രണ്ട് വഴിയായിട്ടാണ്. ഒന്ന് സ്പോണ്ടേനിയസ്ലി ഒക്കർ ചെയ്യാം, രണ്ടാമത്തെ ഇൻഡ്യൂസ്ഡ് ആയിട്ട് ഒക്കർ ചെയ്യാം. സ്പോണ്ടേനിയസ്ലി എന്ന് വെച്ചാൽ നാച്ചുറൽ ഡീകെ പ്രോസസ്സായിട്ട് ഫിഷൻ നടക്കാറുണ്ട്. ബട്ട് അതുപോലെ തന്നെ നടക്കുന്ന വേറെ പ്രോസസ്സാണ് ഇൻഡ്യൂസ്ഡ്. എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മളൊരു ന്യൂട്രോണിനെ അല്ലെങ്കിൽ ഒരു ഫോട്ടോണിനെ, അതായത് ലോ എനർജി പാർട്ടിക്കിൾസിൻ്റെ അബ്സോർപ്ഷൻ വഴിയും ഫിഷൻ നടക്കും, അല്ല നാച്ചുറലായിട്ടും നടക്കും. അപ്പോൾ ഫിഷൻ പ്രോസസ്സ് രണ്ട് രീതിയിൽ ഒക്കർ ചെയ്യും. അപ്പോൾ നമുക്ക് ഫിഷനെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണിൻ്റെ ടേമിൽ എക്സ്പ്ലെയിൻ ചെയ്യാം എന്നുള്ള കാര്യം പറഞ്ഞു. അപ്പോൾ നമ്മൾ ബൈൻഡിങ് എനർജീൻ്റെ കർവ് നമുക്കറിയാലോ. ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ വേഴ്സസ് മാസ് നമ്പർ എ. അതിൽ നമുക്കറിയാം അതിൻ്റെ പീക്ക്, ആ കർവിൻ്റെ പീക്ക് വരുന്നത് അയൺ എഫിൻ്റെ മാസ് നമ്പർ വരുന്ന സമയത്താണ്. അതായത് ബൈൻഡിങ് എനർജീൻ്റെ പീക്ക് വരുന്നത് എഫിൻ്റെ മാസ് നമ്പർ വരുന്ന സമയത്താണ്. അപ്പോൾ നമുക്ക് ഈ കർവിനെ നമുക്ക് നോക്കിയാൽ നമുക്കറിയാം ബൈൻഡിങ് എനർജി അറ്റോമിക് നമ്പർ അല്ലെങ്കിൽ മാസ് നമ്പർ കുറവുള്ള എലമെൻസിന് അറ്റോമിക് നമ്പർ കൂടുന്നതിനനുസരിച്ച് ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോണും കൂടി വരുന്നുണ്ട്. ബട്ട് എഫിക്ക് ശേഷം മാസ് നമ്പർ കൂടിയിട്ട് പോലും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ ഒരു ലീനിയർലി നമുക്കറിയാം ചെറുതായിട്ട് ഡിക്രീസ് ചെയ്തിട്ടാണ് വരുന്നത്. അപ്പോൾ നമുക്ക് ഈ ഒരു കർവിനെ രണ്ടെണ്ണാക്കിയിട്ട് സ്പ്ലിറ്റ് ചെയ്യാമെന്നാണ് പറയുന്നത്. അതായത് എനർജി റിലീസ്ഡ് ബൈ ഫിഷനും എനർജി റിലീസ്ഡ് ബൈ ഫ്യൂഷനും. അതായത് സിംപ്ലി ഇത്രയേ ഉള്ളൂ, ഹെവിയർ എലമെൻസിലോട്ട് പോകുന്തോറും ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ കുറഞ്ഞു വരികയാണ്. സോ ദാറ്റ്സ് അതുകൊണ്ട് തന്നെ നമുക്ക് സ്പ്ലിറ്റ് ചെയ്യാം, അതായത് ഫിഷൻ സംഭവിക്കാനുള്ള ചാൻസ് കൂടുതലാണ്. ബട്ട് ലൈറ്റർ എലമെൻസിൻ്റെ കേസിൽ അവിടെ ഫ്യൂഷൻ നടക്കാനാണ് ചാൻസ്. പിന്നെ അപ്പോൾ ഫിഷൻ ഈസ് ഇമ്പോർട്ടൻറ്റ് ഓൺലി ഫോർ ഹെവി എലമെൻറ്റ്സ് ആൻഡ് ലാർജ് എമൗണ്ട് ഓഫ് എനർജി ക്യാൻ ബി ഒബ്റ്റൈൻഡ് ഫ്രം ഫിഷൻ. പിന്നെ ഇങ്ങനെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ്, അതായത് ഫിഷൻ കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസ് ഫർദർ ആയിട്ട് ഫിഷൻ പ്രോസസ്സിൽ ഇൻവോൾവ് ചെയ്താൽ നമുക്ക് ചെയിൻ റിയാക്ഷൻസ് അവിടെ ഒക്കർ ചെയ്യും. അതിനെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ന്യൂക്ലിയർ റിയാക്ടേഴ്സ് യൂസ് ചെയ്യും. അങ്ങനെ നമുക്ക് ഇലക്ട്രിസിറ്റി ഒക്കെ പ്രൊഡ്യൂസ് ചെയ്യാം. അല്ല കൺട്രോൾ ചെയ്യാതെ അത് സംഭവിക്കുകയാണെങ്കിൽ അവിടെ ഒരു ഫിഷൻ എക്സ്പ്ലോഷനാണ് സംഭവിക്കുക. പിന്നെ നമ്മൾ ഈ പറഞ്ഞ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൻ്റെ ടേമിൽ നമുക്കൊരു എക്സാമ്പിൾ എടുത്ത് ഫിഷൻ ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എടുക്കുന്നത് യുറാനിയം 238 ആണ്. അതിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറഞ്ഞാൽ 7.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് ഒരു ഹെവിയർ എലമെൻ്റ് ആണ്. ഇനി ഈ യുറാനിയം 238 സ്പ്ലിറ്റ് ചെയ്ത് മാസ് നമ്പർ 119 ഉള്ള ഒരു രണ്ട് എലമെൻറ്റുകളായിട്ട് മാറിക്കഴിഞ്ഞാൽ അവയുടെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോൺ എന്ന് പറയുന്നത് 8.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. സോ നമ്മൾ അവിടെ ഒരു എനർജി കാൽക്കുലേഷൻ നടത്തുകയാണെങ്കിൽ എനർജി നീഡഡ് ടു സ്പ്ലിറ്റ് യുറാനിയം 238 എന്ന് പറയുന്നത് -1809 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ബട്ട് ദ എനർജി റിലീസ്ഡ് ഡ്യൂറിങ് ദ ഫോർമേഷൻ ഓഫ് 2 പലേഡിയം PD-119 എന്ന് പറയുന്നത് 2033 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. സോ അവിടെ ഒരു 2033 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. അപ്പോൾ നമുക്ക് അതിൽ തന്നെ നോക്കിയാൽ മനസ്സിലാവും അവിടെ ഒരു എനർജിൻ്റെ ഡിഫറൻസ് കാണുന്നുണ്ട്. അതായത് ഒരു എക്സസ് എനർജി റിലീസ് ചെയ്യുന്നത് എന്ന് പറയുന്നത് ഡെൽറ്റ ഈസ് ഈക്വൽ ടു 214 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. So the released energy appears in velocity of the fragments or the kinetic energy of the fragments. 80% ഈ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് നമ്മുടെ റിലീസ് ചെയ്യപ്പെടുന്ന ഫ്രാഗ്മെൻറ്റ്സിൻ്റെ കൈനറ്റിക് എനർജി ആവും, അല്ലെങ്കിൽ ന്യൂട്രോൺസിൻ്റെ എനർജി ആകും, അല്ലെങ്കിൽ ബീറ്റ ഗാമ എമിഷൻസ് ഒക്കെ അവിടെ നടക്കാൻ ചാൻസ് ഉണ്ട്. അങ്ങനത്തെ ഉള്ളതിൻ്റെയൊക്കെ എനർജിൻ്റെ സമ്മപ്പായിട്ടാണ് അവിടെ വരുന്ന ഡെൽറ്റ ഇ വരുന്നത്. സോ നമ്മളിപ്പോൾ അതിന് ആ കർവിൽ നിന്ന് നമുക്കിത് മനസ്സിലാവുന്നതാണ്. കാരണം യുറാനിയം 238 സ്പ്ലിറ്റ് ചെയ്തിട്ട് 119 ഉള്ള ഒരു എലമെൻ്റായിട്ട് മാറുകയാണ്. അപ്പോൾ ആ കർവ് ഇങ്ങനെ മുകളിലോട്ട് വരുമ്പോൾ
അതായത് റൈറ്റിൽ നിന്ന് ലെഫ്റ്റിലോട്ട് വരുമ്പോൾ അവിടെ ബൈൻഡിങ് എനർജി കൂടുകയാണ്. അത് തന്നെയാണ് ഇവിടെ സംഭവിച്ചത്. യുറാനിയത്തിന് 7.6 ആണ്, പക്ഷേ സ്പ്ലിറ്റ് ചെയ്തിട്ടുള്ള എലമെൻസിൻ്റെ കേസിൽ നോക്കുമ്പോൾ അവിടെ ബൈൻഡിങ് എനർജി കൂടുതലാണ്, 8.5 ആണ്. സോ അവിടെ ഒരു എനർജി ഡിഫറൻസ് വരുന്നുണ്ട്. ആ എനർജിയാണ് നമ്മൾ റിലീസ് ചെയ്ത് പോകുന്നത്, ഫിഷൻ വഴി നമുക്ക് കിട്ടുന്നത്. ഇനി നമ്മൾ നോക്കാൻ പോകുന്നത് കുളോംബ് ബാരിയർ പൊട്ടൻഷ്യലാണ്. കുളോംബ് ബാരിയർ പൊട്ടൻഷ്യൽ നമ്മൾ ബീറ്റ ഡി കെൻ്റെ കേസിലൊക്കെ നമ്മൾ പറഞ്ഞത്, അതായത് എന്താ പറയുക, ഫിഷൻ പ്രോസസ്സിന് അല്ലെങ്കിൽ ഒരു ഡി കെ പ്രോസസ്സിനെ ഇൻഹിബിറ്റ് ചെയ്യുന്ന ഒരു പൊട്ടൻഷ്യലാണ് കുളോംബ് ബാരിയർ പൊട്ടൻഷ്യൽ. ഇഫ് യുറാനിയം 238 is divided into 2 equal fragments with a mass number 119, let the separation distance be. അപ്പോൾ നമ്മൾ യുറാനിയത്തിൻ്റെ റേഡിയസ് ക്യാപിറ്റൽ ആർ എടുക്കുകയാണ്. എല്ലാ സെപ്പറേഷൻ ഡിസ്റ്റൻസ് എന്ന് വെച്ചാൽ നമുക്ക് റേഡിയസ് ആയിട്ട് കണക്ക് കൂട്ടിയാൽ മതി. സോ ക്യാപിറ്റൽ ആറിനെ നമ്മൾ R1 + R2 എന്ന് എഴുതണം. അതായത് 2 ഫ്രാഗ്മെൻറ്റായിട്ട് നമ്മൾ സ്പ്ലിറ്റ് ചെയ്യണം. ബട്ട് നമ്മൾ അസ്യൂം ചെയ്യാണ് 2 ഫ്രാഗ്മെൻറ്റ്സും ഈക്വൽ റേഡിയസിലാണെങ്കിൽ R1 = R2 നമുക്കറിയാം R0 a⁻⁴ ദാറ്റ്സ് ഈക്വൽ ടു 1.2 × 119 ⁻⁵. അതെന്ന് പറയുന്നത് 6.1 ഫെംറ്റോമീറ്ററാണ്. അതായത് ഇപ്പോൾ നമുക്ക് കിട്ടിയിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സിൻ്റെ റേഡിയസ് എന്ന് പറയുന്നത് ഏകദേശം 6.1 FM ഈക്വൽ ആണെന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സിൻ്റെ റേഡിയസ് കണ്ടുപിടിച്ചു. ഇനി നമ്മൾക്കറിയാം കുളോംബ് ബാരിയർ പൊട്ടൻഷ്യൽ V = 1/4πε0 Z1 Z2 E² R. ഇവിടെ Z1 Z2 ഈക്വൽ ആണ്, അതായത് അറ്റോമിക് നമ്പർ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്, അതായത് 46 ആണ് പലേഡിയത്തിൻ്റെത് വരുന്നത്. സോ V = 9 × 10⁹ ഇൻറ്റു 46 × 46 ഇൻറ്റു E എന്ന് പറയുന്നത് അവിടെ ചാർജ് ഓഫ് ഇലക്ട്രോൺ അല്ല, ഓക്കെ, 1.6 × 10⁻⁹ ഡിവൈഡഡ് ബൈ റേഡിയസ് 12.2 × 10⁻15. അതായത് അവിടെ 12 വരാൻ കാരണം രണ്ടെണ്ണത്തിൻ്റെ റേഡിയസും കൂടെ ആയിട്ട് നമ്മൾ എടുക്കണം. ദാറ്റ്സ് ഈക്വൽ ടു നമുക്ക് കിട്ടുന്ന പൊട്ടൻഷ്യൽ എന്ന് പറയുന്നത് 250 MeV ആണ്. അതായത് പറഞ്ഞു വന്നത് എന്താണെന്ന് വെച്ചാൽ, നമുക്ക് നമ്മുടെ യുറാനിയം 238നെ സ്പ്ലിറ്റ് ചെയ്ത് 2 പലേഡിയം എലമെൻറ്റ്സ് അല്ലെങ്കിൽ ന്യൂക്ലിയസ് ആക്കി മാറ്റണമെങ്കിൽ 250 MeV വേണം. ഓക്കെ, പിന്നെ അവിടെ ഒരു കർവ് ഉണ്ടോ, അതാണ് നമ്മുടെ പൊട്ടൻഷ്യൽ. ഓക്കെ, കുളോംബ് ബാരിയർ പൊട്ടൻഷ്യൽ. അതായത് ഇൻസൈഡ് ദ ബാരിയർ പൊട്ടൻഷ്യൽ യുറാനിയം 238 ക്യാൻ എക്സിസ്റ്റ് ലൈക്ക് 2 palladium nuclei, but the Coulomb barrier prevents the fragments from separating and the decay probability is smaller because the barrier cannot be penetrated. അതായത് നമുക്കറിയാം, നമ്മളിതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞു നമ്മുടെ ഫിഷൻ പ്രോസസ്സിലൂടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 214 MeV ആണ്. പക്ഷേ നമുക്ക് ആവശ്യമുള്ളത്, അതായത് സ്പ്ലിറ്റ് ചെയ്യാൻ നല്ല ബുദ്ധിമുട്ടാണ്. സ്പ്ലിറ്റ് ചെയ്യണം നാച്ചുറലി ഒക്കർ ചെയ്താൽ ഇത്ര എനർജി ഉണ്ടാവുള്ളൂ, എത്ര 214 MeV ഉണ്ടാവുള്ളൂ. പക്ഷേ ആ ഒരു യുറാനിയത്തിനെ ശരിക്കും 2 ന്യൂക്ലിയസായി സ്പ്ലിറ്റ് ചെയ്യണമെങ്കിൽ 250 MeV വേണം. സോ പക്ഷേ ഇതിൻ്റെ കേസിൽ അത് സാധ്യമല്ല. പക്ഷേ ചില എലമെൻസിൻ്റെ കേസിൽ നമ്മൾ ഫിഷനിലൂടെ റിലീസ് ചെയ്യുന്ന എനർജിയും നമ്മുടെ ബാരിയർ പൊട്ടൻഷ്യൽ അല്ലെങ്കിൽ പൊട്ടൻഷ്യൽ ബാരിയർ പെനട്രേറ്റ് ചെയ്യാനുള്ള എനർജിയും സെയിം ആയിരിക്കും. അങ്ങനെയുള്ള കേസിൽ മാത്രമാണ് സ്പോണ്ടേനിയസ് ഫിഷൻ നടക്കുന്നത്. പക്ഷേ നമ്മുടെ യുറാനിയത്തിൻ്റെ കേസിലൊക്കെ നമ്മളൊരു എക്സ്ട്രാ എനർജി പ്രൊവൈഡ് ചെയ്യണം, എന്നാൽ മാത്രമാണ് അവിടെ ഒരു ഫിഷൻ പ്രോസസ്സിലോട്ട് നമ്മുടെ യുറാനിയം പോകുള്ളൂ. അതായത് നമ്മൾ സം ന്യൂക്ലിയർ റിക്വയർസ് ദ അബ്സോർപ്ഷൻ ഓഫ് തെർമൽ ന്യൂട്രോൺസ് ടു പുഷ് ദം ഓവർ ദ ബാരിയർ. അതായത് തെർമൽ ന്യൂട്രോൺസ് അല്ലെങ്കിൽ ഫാസ്റ്റ് ന്യൂട്രോൺസ് നമ്മുടെ യുറാനിയത്തിൻ്റെ മുകളിൽ ഒരു എനർജി അവിടെ ഇമ്പാർട്ട് കൊടുക്കുകയാണല്ലോ. സോ നമ്മുടെ യുറാനിയം എന്ത് ചെയ്യുന്നു, അത് അബ്സോർബ് ചെയ്തിട്ട് ഹയർ എനർജി എനർജി നമ്മുടെ റിലീസ് ചെയ്യുന്ന എനർജി എന്ന് പറയുന്നത് 250 MeV കൂടുതലാവുന്ന സമയത്താണ് യുറാനിയം 238 പലേഡിയം 119 ആയിട്ട് മാറുന്നത്. അതിൻ്റെ വേറൊരു കർവാണ് അവിടെ പറയുന്നത്. സെയിം സെപ്പറേഷൻ ഡിസ്റ്റൻസും എനർജിയും തമ്മിലുള്ള സെയിം കർവ് തന്നെയാണ്. അതിൻ്റെ വേറൊരു രൂപമാണ്. അതായത് നമ്മൾ
ഇൻഡ്യൂസ്ഡ് എമിഷൻ അല്ല ഇൻഡ്യൂസ്ഡ് ഫിഷൻ നടക്കാൻ കൊടുക്കുന്ന ആ ഒരു എനർജിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. സ്പോണ്ടേനിയസ് ഫിഷൻ്റെ കേസിൽ അങ്ങനെ ഒരു എനർജീൻ്റെ ആവശ്യമില്ല. കാരണം പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫിഷൻ എനർജിയും നമുക്ക് ബാരിയർ ബ്രേക്ക് ചെയ്യാനുള്ള എനർജിയും ഈക്വൽ ആണെങ്കിൽ അവിടെ സ്പോണ്ടേനിയസ് ഫിഷൻ നടക്കും. പക്ഷേ അങ്ങനെ ഒരു ചാൻസ് ഇല്ലെങ്കിൽ നമ്മളൊരു എക്സ്ട്രാ എനർജി അവിടെ കൊടുക്കേണ്ടി വരും. അതിനെ പറയുന്ന പേരാണ് ആക്ടിവേഷൻ എനർജി. ഓക്കെ, ഇനി നമ്മളെന്താ നോക്കണമെന്ന് വെച്ചാൽ നമ്മുടെ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ ഓഫ് ഫിഷൻ, അതായത് കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിയസ് ഫിഷൻ നമ്മൾ നോക്കാൻ പോവുകയാണ്. അപ്പോൾ നമുക്കറിയാം ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ എടുത്താൽ തന്നെ നമുക്കറിയാം നമ്മൾ ആ എടുക്കുന്ന ന്യൂക്ലിയസിൻ്റെ സ്ട്രക്ചറിന് നമ്മൾ അവിടെ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നുണ്ട്. സോ നമ്മളിതിവിടെ പറയുന്നത് സെമി എംപിരിക്കൽ മാസ് ഫോർമുല യൂസ് ചെയ്തിട്ടാണ്, അതായത് ബൈൻഡിങ് എനർജിൻ്റെ സെമി എംപിരിക്കൽ മാസ് ഫോർമുല സ്റ്റഡി ചെയ്തിട്ടാണ് നമ്മളിവിടെ ഫിഷൻ പ്രോസസ്സ് ഇവിടെ പറയുന്നത്. സോ ബൈൻഡിങ് എനർജിൻ്റെ ഇക്വേഷൻ എന്ന് പറയുന്നത് അതിൽ വോളിയത്തിൻ്റെ, സർഫസിൻ്റെ, കുളോം, അസിമെട്രി, പാരിറ്റി ഇത്രയും എനർജിൻ്റെ ടേംസ് അവിടെ വരുന്നുണ്ട്. സോ ആ ഇക്വേഷൻ നമ്മൾ ഓൾറെഡി പഠിച്ച ഇക്വേഷനാണ്. ഇനി അതിൽ നമ്മളെന്ത് കൺസിഡർ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മുടെ എടുക്കുന്ന ന്യൂക്ലിയസ് ഇനീഷ്യലി ഒരു സ്പെറിക്കൽ സ്പേസ് ആണെന്ന് സ്പെറിക്കലി സ്ട്രക്ചേർഡ് ആണെന്ന് വിചാരിക്കണം. അതിൽ നമ്മളൊരു സ്ട്രെച്ചിങ് അപ്ലൈ ചെയ്യണം. അതവിടെ നമ്മൾ സ്പ്ലിറ്റ് ചെയ്യുന്നതിന് മുമ്പ് ഒരു സ്ട്രെച്ചിങ് വരുന്നുണ്ട്. ആ സ്ട്രെച്ചിങ് അപ്ലൈ ചെയ്യാണ്. എന്ന് വെച്ചാൽ അവിടെ വോളിയം കോൺസ്റ്റൻ്റ് ആണ്, പക്ഷേ സ്ട്രെച്ചിങ് അവിടെ അപ്ലൈ ചെയ്യുന്നുണ്ടെങ്കിൽ പോലും വോളിയം കോൺസ്റ്റൻ്റ് ആക്കിയിട്ടാണ് നമ്മളവിടെ സ്ട്രെച്ചിങ് കൊടുക്കുന്നത്. അതുകൊണ്ട് തന്നെ ബൈൻഡിങ് എനർജി സെമി എംപിരിക്കൽ ഫോർമുലയിൽ വോളിയത്തിൻ്റെ ടേമിനൊരു മാറ്റവും വരുന്നില്ല. പക്ഷേ സർഫസിൻ്റെ ടേമിലും കുളോം എനർജിൻ്റെ ടേമിലും അവിടെ മാറ്റം വരുന്നുണ്ട്. അതുപോലെ അസിമെട്രിൻ്റെയും പാരറ്റിൻ്റെ ടേമിലും മാറ്റം വരുന്നില്ല. സോ നമ്മളവിടെ എടുക്കുന്ന ന്യൂക്ലിയസ് സ്പെറിക്കൽ ഷേപ്പിൽ നിന്നും എലിപ്സോയിഡ് ഷേപ്പിലോട്ടാണ് സ്ട്രെച്ച് ചെയ്യുന്നത് എങ്കിൽ അതിൻ്റെ വോളിയം വിസ് ഈക്വൽ ടു 4/3 പൈ എ ബി സ്ക്വയർ ആവും. അതായത് വോളിയം ടോട്ടൽ വോളിയത്തിന് മാറ്റുന്നില്ല, ഫോർമുലയിൽ കാര്യമാണ് പറയുന്നത്. 4/3 പൈ എ ബി സ്ക്വയർ ആവും. അവിടെ എ എന്ന് പറയുന്നത് സെമി മേജർ ആക്സിസും ബി എന്ന് പറയുന്നത് സെമി മൈനർ ആക്സിസുമാണ്. ഇനി നമ്മൾ ഒരു ഡിസ്റ്റോഷൻ പാരാമീറ്റർ എപ്സലോണിൻ്റെ ടേമിൽ ഈ എനെയും ബീനെയും റെപ്രസെൻ്റ് ചെയ്യണം. അതിൽ രണ്ടും റേഡിയസ് ആണല്ലോ, മേജർ ആക്സിസും മൈനർ ആക്സിസുമാണ്. സോ എ is equal to r into 1 plus എപ്സിലോണും ബി is equal to r into 1 plus എപ്സിലോൺ into 1/2 ആണ്. സോ നമ്മൾ വോളിയം കണ്ടെത്താൻ വേണ്ടിയിട്ട് എ ബി സ്ക്വയർ കണ്ടെത്തുമ്പോൾ നമുക്ക് r³ എന്ന് കിട്ടും, വിച്ച് ഈസ് കോൺസ്റ്റൻറ്റ്. ഇനി നമ്മളെന്താ ചെയ്യുന്നതെന്ന് വെച്ചാൽ, അപ്പോൾ നമുക്കറിയാം എലിപ്സോയിഡായി മാറുമ്പോൾ അവിടെ വോളിയത്തിന് ചേഞ്ച് ഇല്ലെങ്കിൽ പോലും സർഫസിനും കുളോം എനർജിക്കും ഒരു ചേഞ്ച് സംഭവിക്കുന്നുണ്ട്. അതെന്ന് പറയുന്നത് നമ്മുടെ ഡിസ്റ്റോഷൻ പാരാമീറ്റർ എപ്സലോണിൻ്റെ ടേംസിൽ എഴുതുകയാണെങ്കിൽ എസ് is equal to 4πr² into 1 plus 2/5 എപ്സലോൺ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്ന് വെച്ചാൽ അങ്ങനെ കണ്ടിന്യൂസ് ആയി പോകുന്നൊരു ടേമാണ്. അതുപോലെ തന്നെ കുളോം ടേമിലും ഒരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട്, ഒരു ഫാക്ടർ 1 മൈനസ് 1/5 എപ്സിലോൺ സ്ക്വയർ പ്ലസ് എക്സെട്ര എന്നുള്ളൊരു ഫാക്ടർ വെച്ചിട്ട് കുളോമിൻ്റെ ടേമിലും ഒരു മോഡിഫിക്കേഷൻ വരുന്നുണ്ട്. സോ നമുക്ക് സ്ട്രെച്ചഡ് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി പെർ ന്യൂക്ലിയോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സെമി എംപിരിക്കൽ ഫോർമുല എന്ന് പറയുന്നത് AV into A minus AS into A raised to 2/3 into 1 plus 2/5 epsilon square plus etc. minus AC into Z minus 1 divided by A raised to 1/3 into 1 minus 1/5 epsilon square plus etc. minus A asymmetry into A minus 2Z the whole square divided by A plus delta. അതാണ് നമുക്ക് സ്ട്രെച്ചഡ് ന്യൂക്ലിയസിൻ്റെ ബൈൻഡിങ് എനർജി കിട്ടും. ഇനി നമ്മളെന്താ ചെയ്യുന്നത്, ഓൾറെഡി ചെയ്തിട്ടുണ്ടായിരുന്ന കണ്ടെത്തിയിട്ടുള്ള ഇനീഷ്യൽ ന്യൂക്ലിയസിൻ്റെയും ഫൈനൽ ന്യൂക്ലിയസിൻ്റെയും ബൈൻഡിങ് എനർജിയും തമ്മിലുള്ള ഡിഫറൻസ് എടുക്കുകയാണ്. അപ്പോൾ നമുക്കതൊന്ന് സെയിം ആയിട്ടുള്ള വോളിയത്തിൻ്റെ ടേം, അസിമെട്രിൻ്റെ ടേം, പാരിറ്റിൻ്റെ ടേം ഒഴിവായിട്ട് കുളോമിൻ്റെ ടേംസിലും പിന്നെ
സർഫസ് ഏരിയൻ്റെ ടേംസിലും നമുക്ക് ഇക്വേഷൻ കിട്ടും. ദാറ്റ് ഈസ് ഡെൽറ്റ ഈസ് ഈക്വൽ ടു -2/5 AS ഇൻറ്റു A⁻²/3 പ്ലസ് 1/5 ഇൻറ്റു AC ഇൻറ്റു Z ഇൻറ്റു Z-1 ഡിവൈഡഡ് ബൈ A⁻1/3 ഇൻറ്റു ε². അതായത് കിട്ടിയിട്ടുള്ള ഇക്വേഷൻ നമ്മൾ എക്സ്പാൻഡ് ചെയ്ത് അതിന് ε² പുറത്തിട്ടുള്ളൊരു എക്സ്പ്രഷനാണ് കൊടുത്തിട്ടുള്ളത്. അതിൽ സെക്കൻഡ് ടേം, അതായത് കുളോം ടേം എപ്പോഴാണോ സർഫസ് ടേമിനേക്കാൾ വലുതാകുന്നത് അപ്പോഴാണ് നമ്മൾ ഡെൽറ്റ ഈ ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. അതായത് 1/5 AC ഇൻറ്റു Z ഇൻറ്റു Z-1 ഡിവൈഡഡ് ബൈ A⁻1/3 ഗ്രേറ്റർ ദാൻ 2/5 ഇൻറ്റു AS ഇൻറ്റു A⁻2/3 ആവുന്ന സമയത്താണ് നമ്മുടെ ബൈൻഡിങ് എനർജിയിലുള്ള ഡിഫറൻസ് ഗ്രേറ്റർ ദാൻ 0 ആവുന്നത്. ആക്ച്വലി നമ്മൾ ന്യൂക്ലിയസിൻ്റെ സ്ട്രെച്ചിങ് വഴി എനർജി ഗെയിൻ ചെയ്യാണ്. ദ മോർ ദ ന്യൂക്ലിയസ് ഈസ് സ്ട്രെച്ച്ഡ് ദ മോർ ദ എനർജി ഈസ് ഗെയിൻഡ്. സോ സച്ച് ന്യൂക്ലിയസ് ഈസ് അൺസ്റ്റേബിൾ അഗെയിൻസ്റ്റ് സ്ട്രെച്ചിങ് ആൻഡ് അണ്ടർഗോ ഫിഷൻ. ഇതിൽ വരുന്ന AC ആൻഡ് AS രണ്ടിൻ്റെയും വാല്യൂ എന്ന് പറയുന്നത് ACൻ്റെ വാല്യൂ 4.72 മെഗാ ഇലക്ട്രോൺ വോൾട്ടും ASൻ്റെ വാല്യൂ 16.8 മെഗാ ഇലക്ട്രോൺ വോൾട്ടും ആണ്. അത് നമ്മൾ നമ്മുടെ കണ്ടീഷനിൽ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് കിട്ടും Z ഇൻറ്റു Z-1 ഡിവൈഡഡ് ബൈ A ഗ്രേറ്റർ ദാൻ 47. അതായത് ASൻ്റെ വാല്യൂവും ACൻ്റെ വാല്യൂ നമ്മൾ അപ്ലൈ ചെയ്ത് കൊടുത്താൽ നമുക്ക് Z-ൻ്റെയും Aൻ്റെയും വാല്യൂയിലോട്ട്, അതായത് അറ്റോമിക് നമ്പറിൻ്റെയും മാസ് നമ്പറിൻ്റെയും വാല്യൂയിലോട്ട് നമുക്ക് ആ ഒരു കണ്ടീഷനെ ചുരുക്കി എഴുതാം. സോ ബോക്സിലിട്ടിട്ടുള്ള കണ്ടീഷൻ, അതായത് Z²/A ഗ്രേറ്റർ ദാൻ 47 നമുക്ക് കിട്ടും. ദിസ് ഈസ് ദ കണ്ടീഷൻ ഫോർ സ്പോണ്ടേനിയസ് ന്യൂക്ലിയർ ഫിഷൻ. സോ നമ്മൾ ലിക്വിഡ് ഡ്രോപ്പ് മോഡൽ യൂസ് ചെയ്തിട്ട് സ്പോണ്ടേനിയസ് ന്യൂക്ലിയർ ഫിഷൻ്റെ കണ്ടീഷൻ ഇവിടെ കിട്ടിയിട്ടുണ്ട്. സോ ലാർജർ ദ വാല്യൂ ഓഫ് Z²/A ഷോർട്ടർ ദ ഹാഫ് ലൈഫ് ഓഫ് ദ സ്പോണ്ടേനിയസ് ഫിഷൻ. Z²/Aൻ്റെ വാല്യൂ കൂടുന്നതിനനുസരിച്ച് നമ്മുടെ സ്പോണ്ടേനിയസ് ഫിഷൻ്റെ ഹാഫ് ടൈം കുറയാണ് ചെയ്യുന്നത്. പിന്നെ നമ്മളവിടെ ഒരു പിക്ചോറിയൽ റിപ്രസെൻറ്റേഷൻ കൊടുത്തിട്ടുണ്ട്. ന്യൂക്ലിയസ് ആദ്യം സ്പെറിക്കൽ ഷേപ്പിലായിരുന്നു, പിന്നെ അത് എലിപ്സോയിഡായി, പിന്നെ അവിടെ ഒരു പിഞ്ച്ഡ് ഓഫ് എന്ന് പറഞ്ഞ രണ്ടെണ്ണം അവിടെ ഒരു അൺസ്റ്റേബിൾ വരികയാണ്. സ്ട്രെച്ചിങ് കൂടുന്നതിനനുസരിച്ച് സ്റ്റെബിലിറ്റി കുറയും. സോ അവിടെ 2 ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് സ്പ്ലിറ്റ് ചെയ്യും. Z²/A ഗ്രേറ്റർ ദാൻ 47 എന്നുള്ള കണ്ടീഷൻ വന്നു കഴിഞ്ഞാൽ സ്പോണ്ടേനിയസ്ലി അവിടെ ഒരു ഫിഷൻ സംഭവിക്കും. ഇനി നമ്മൾ നോക്കുന്നത് ക്യാരക്ടറിസ്റ്റിക് ഓഫ് ഫിഷൻ പ്രോസസ്സാണ്. അതിന് നമ്മളൊരു എക്സാമ്പിൾ ആദ്യം കൺസിഡർ ചെയ്യാണ്. അതായത് തെർമൽ ന്യൂട്രോൺ ഇൻഡ്യൂസ്ഡ് ഫിഷൻ റിയാക്ഷൻ ഈസ് uranium-235 plus a neutron gives rubidium-93 plus cesium-141 plus 2 neutrons. ഇതിൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ്, അതായത് ഫിഷൻ്റെ ക്യാരക്ടറിസ്റ്റിക്സ് ഏകദേശം 4 ഉള്ളത്. അതിൽ ഫസ്റ്റ് വൺ മാസ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫ്രാഗ്മെൻറ്റ്സ്. അതായത് നമ്മളൊരു ഫിഷൻ പ്രോസസ്സിനെ ഓവറോളായിട്ട് എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെൻറ്റ്സ് എന്ന് പറയുന്നത് ഈക്വൽ മാസ് ഉള്ളതായിരിക്കില്ല. മോസ്റ്റ് പ്രോബബ്ലി അൺഈക്വൽ മാസ് ഉള്ളതായിരിക്കും. മോസ്റ്റ്ലി അതിൻ്റെ ഒന്നിൻ്റെ മാസ് നമ്പർ എന്ന് പറയുന്നത് അപ്രോക്സിമേറ്റ്ലി 90 രണ്ടാമത്തതിൻ്റെ അപ്രോക്സിമേറ്റ്ലി 140 ഈക്വലായിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് ആയിരിക്കും നമുക്ക് ഒബ്റ്റെയിൻ ചെയ്യുന്നത്. അതായത് ഫിഷൻ ഇൻ ടു ഈക്വൽ മാസസ് ഈസ് ലെസ് പ്രോബബിൾ ദാൻ ഫിഷൻ ഇൻ ടു ഡിഫറെൻറ്റ് മാസസ്. അത് ഫസ്റ്റത്തെ പ്രോപ്പർട്ടിയാണ്. രണ്ടാമത്തെ പ്രോപ്പർട്ടി എന്ന് പറയുന്നത് നമ്പർ ഓഫ് എമിറ്റഡ് ന്യൂട്രോൺസ്. നമുക്കറിയാം ഫിഷൻ പ്രോസസ്സ് വഴി റിലീസ് ചെയ്യുന്ന എനർജിൻ്റെ കൂടെ എക്സ്ട്രാ ന്യൂട്രോൺസും പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. ആ ന്യൂട്രോൺസിനെ പറയുന്ന പേരാണ് അങ്ങനെ പറയുന്നത്. അതായത് ദ ഫിഷൻ ഫ്രാഗ്മെൻറ്റ്സ് റിലീസ് എക്സസ് ഓഫ് ന്യൂട്രോൺസ് ത്രൂ എമിഷൻ ഓഫ് 1 or more 2 electrons. അറ്റ് ദ ഇൻസ്റ്റൻറ്റ് ഓഫ് ഫിഷൻ ദിസ് ന്യൂട്രോൺസ് ആർ നോൺ ആസ് പ്രോംപ്റ്റ് ന്യൂട്രോൺ. അങ്ങനെ റിലീസ് ചെയ്യുന്ന എക്സ്ട്രാ ന്യൂട്രോൺസിനെ പറയുന്ന പേരാണ് പ്രോംപ്റ്റ് ന്യൂട്രോൺ. സോ ഓരോ പെർട്ടിക്കുലർ ഫിഷന് പെർട്ടിക്കുലർ നമ്പർ ഓഫ് പ്രോംപ്റ്റ് ന്യൂട്രോൺ ഉണ്ടാവും. കുറച്ച് എക്സാമ്പിൾ നോക്കുകയാണെങ്കിൽ uranium-233ൻ്റെ കേസിൽ 2.48 തെർമൽ ന്യൂട്രോൺസിനെ റിലീസ് ചെയ്യുന്നുണ്ട്. uranium-235ൻ്റെ കേസിൽ 2.42 തെർമൽ ന്യൂട്രോൺസിനെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. uranium-239ൻ്റെ കേസിൽ 2.86 തെർമൽ ന്യൂട്രോൺസിനെയാണ് നമ്മൾ ഫിഷൻ പ്രോസസ്സിലൂടെ റിലീസ് ചെയ്യുന്നത്.
In addition, the prompt neutron, delayed neutrons are emitted in fission. Prompt neutron പുറമെ delayed neutrons എന്ന് പറയുന്ന ഒരു കാറ്റഗറി ന്യൂട്രോൺസ് കൂടെ പ്രൊഡ്യൂസ് ചെയ്യുന്നുണ്ട്. അതായത് നമ്മുടെ ഫിഷൻ്റെ ഭാഗമായിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ള ഫ്രാഗ്മെൻറ്റ്സ് സം കൈൻഡ് ഓഫ് ബീറ്റ ഡീകെ പ്രോസസ്സിലൂടെയൊക്കെ കടന്നു പോകുമ്പോൾ അവിടെ പ്രൊഡ്യൂസ് ചെയ്യുന്ന ന്യൂട്രോൺസിന് പറയുന്ന പേരാണ് ഡിലൈഡ് ന്യൂട്രോൺസ്. നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നതാണ് എക്സൈറ്റേഷൻ എനർജി. എക്സൈറ്റേഷൻ എനർജിയും ഫിഷനും തമ്മിൽ അത്യാവശ്യം നല്ലൊരു റിലേഷൻ ഉണ്ട്. സപ്പോസ് നമ്മൾ യുറാനിയം ന്യൂക്ലിയസിൻ്റെ 2 വെറൈറ്റീസ് എടുക്കുകയാണ്. യുറാനിയം 235ഉം യുറാനിയം 238 എടുക്കാമെന്ന് വിചാരിക്കാം. അവ തമ്മിലുള്ള ഫിഷൻ്റെ ഡിഫറൻസ് ഉണ്ട്. ഫിഷൻ ഡിഫറൻസ് നടക്കുന്നുണ്ട്, ഡിഫറെൻ്റ് ആയിട്ടാണ് നടക്കുന്നത്. അതിന് കാരണം അവയുടെ എക്സൈറ്റേഷൻ എനർജിയും ഡിഫറെൻ്റ് ആണ്. അതായത് യുറാനിയം 235ന് സ്ലോ ന്യൂട്രോൺസ് മതി ഫിഷൻ റിയാക്ഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട്. ബട്ട് യുറാനിയം 238നും ഫാസ്റ്റ് ന്യൂട്രോൺസ് ആവശ്യമാണ്. അതെങ്ങനെയെന്ന് വെച്ചാൽ നമുക്ക് എക്സൈറ്റേഷൻ എനർജിയിലൂടെ നോക്കാം. വെൻ യുറാനിയം 235 ക്യാപ്ചേഴ്സ് എ ന്യൂട്രോൺ ടു ഫോം എ കോമ്പൗണ്ട് സ്റ്റേറ്റ് എക്സൈറ്റഡ് യുറാനിയം 236. യുറാനിയം 235 ഒരു ന്യൂട്രോണുമായി ക്യാപ്ചർ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എക്സൈറ്റ് ചെയ്തിട്ടുള്ള യുറേനിയം 236 കിട്ടും. സോ നമ്മളതിൻ്റെ എക്സൈറ്റേഷൻ എനർജി കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ എനർജി എക്സൈറ്റഡ് ഇസ് ഈക്വൽ ടു മാസ് mc² ഈസ് ഈക്വൽ ടു mc² പ്രകാരം അതിലുള്ള മാസ് ഡിഫറൻസ് എന്ന് വെച്ചാൽ മാസ് ഓഫ് എക്സൈറ്റഡ് യുറാനിയം 236 മൈനസ് മാസ് ഓഫ് യുറാനിയം 236 ഇൻറ്റു c². സോ നമുക്ക് മാസ് ഓഫ് എക്സൈറ്റഡ് യുറാനിയം കിട്ടണമെങ്കിൽ നമ്മൾ പ്രോസസ്സിലോട്ട് പോകും. അതായത് യുറാനിയം 235ൻ്റെയും ഒരു ന്യൂട്രോണിൻ്റെയും മാസിൻ്റെ സമ്മിനോട് ഈക്വൽ ആയിരിക്കും. അപ്പോൾ അത് രണ്ടും വെച്ച് സം ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് മാസ് ഓഫ് എക്സൈറ്റഡ് യുറാനിയം 236 എന്ന് കിട്ടുന്നത് 236.052 എന്ന് പറഞ്ഞ യൂണിറ്റ് കുറച്ച് ഒരു മാസം നമുക്ക് കിട്ടും. സോ അതും അപ്പോൾ നമുക്ക് എക്സൈറ്റഡ് യുറാനിയം ന്യൂക്ലിയസിൻ്റെ കിട്ടി. പിന്നെ അതുപോലെ തന്നെ എക്സൈറ്റഡ് അല്ലാത്ത യുറാനിയം 236ൻ്റെ മാസിൻ്റെ ഡിഫറൻസും വെച്ച് നമ്മൾ എനർജി കാൽക്കുലേറ്റ് ചെയ്താൽ ഈ എക്സൈറ്റഡ് ഇസ് ഈക്വൽ ടു 6.5 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് കിട്ടുന്നത്. ഇതാണ് നമ്മുടെ യുറാനിയം 235ന് എക്സൈറ്റേഷൻ എനർജി എന്ന് പറയുന്നത്. ബട്ട് ഇതിൻ്റെ ഫിഷന് ആവശ്യമായിട്ടുള്ള ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് 6.2 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. സോ കമ്പാരിറ്റീവ്ലി എക്സൈറ്റേഷൻ എനർജി ആക്ടിവേഷൻ എനർജിനേക്കാൾ കൂടുതലായതുകൊണ്ട് തന്നെ നമുക്കിവിടെ സ്ലോ ന്യൂട്രോൺസ് കൊണ്ട് തന്നെ ഈ പ്രോസസ്സ് നടക്കാൻ ചാൻസ് ഉണ്ട്. സോ യുറാനിയം 235നെ നമുക്ക് സ്ലോ ന്യൂട്രോൺസ് വെച്ചിട്ട് ഫിഷൻ പ്രോസസ്സിൽ പങ്കെടുപ്പിക്കാവുന്നതാണ്. But in the case of uranium 238 capture a neutron, we will get a excited uranium 239 nucleus. But the excitation energy of this nucleus, that is uranium 238ൻ്റെ excitation energy എന്ന് പറയുന്നത് 4.8 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. ബട്ട് അവിടെ ഒരു ഫിഷൻ പ്രോസസ്സ് നടക്കാൻ ആവശ്യമായിട്ടുള്ള ആക്ടിവേഷൻ എനർജി എന്ന് പറയുന്നത് 6.6 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ്. അതായത് ആക്ടിവേഷൻ എനർജി എക്സൈറ്റേഷൻ എനർജിനേക്കാൾ കൂടുതലാണ്. സോ നമ്മൾ എന്ത് ചെയ്യണം, അവിടെ എക്സ്ട്രാ എനർജി കൊടുക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ന്യൂട്രോൺസ് യൂസ് ചെയ്യുന്നുണ്ട്. അതായത് യുറാനിയം 235ന് സ്ലോ ന്യൂട്രോൺസ് തന്നെ ഇനഫാണ്. ബട്ട് യുറേനിയം 238ൻ്റെ കേസിൽ ഫിഷൻ പ്രോസസ്സ് നടക്കാൻ വേണ്ടിയിട്ട് ഫാസ്റ്റ് ന്യൂട്രോൺസ് ആവശ്യമാണ്. ബിക്കോസ് ദ എക്സൈറ്റേഷൻ എനർജി ഈസ് ഡിഫറെൻറ്റ്. സോ ആ ഡിഫറൻസ് എന്ന് പറയുന്നത് ദ ഡിഫറൻസ് ബിറ്റ്വീൻ എക്സൈറ്റേഷൻ എനർജി ഓഫ് യുറാനിയം 235 ആൻഡ് യുറാനിയം 238 ഈസ് 1.1 മെഗാ ഇലക്ട്രോൺ വോൾട്ട്. ഓക്കെ, അപ്പോൾ നെക്സ്റ്റ് നമ്മൾ നോക്കാൻ പോകുന്നത് എനർജി റിലീസ്ഡ് ഇൻ എ ഫിഷൻ. നമ്മുടെ ഒരു ഫിഷൻ പ്രോസസ്സിൻ്റെ ഭാഗമായിട്ട് റിലീസ് ചെയ്യുന്ന എനർജിനെയാണ് നമ്മളിനി കാണാൻ പോകുന്നത്. അതായത് കൈനറ്റിക് എനർജി ആയിട്ടായിരിക്കും അതിൽ മെജോറിറ്റി ഉണ്ടായിട്ടുണ്ടാവുക. So first of all, consider fission process. Uranium 235 strike with a neutron, we will get an excited uranium 236 and it's split into rubidium 93 and cesium 141 plus 2 neutrons.
and here given the mass of rubidium and mass of cesium, and the Q value of this reaction is 181 mega electron volt. So energy released in a fission of nucleus uranium-235 is nearly 200 mega electron volt. അതായത് നമ്മുടെ uranium-235 ഫിഷൻ പ്രോസസ്സ് പ്രകാരം നമുക്ക് കിട്ടുന്ന എനർജി എന്ന് പറയുന്നത് 200 മെഗാ ഇലക്ട്രോൺ വോൾട്ടാണ് അപ്രോക്സിമേറ്റ്ലി. ബട്ട് നമുക്കറിയാം ദ ടോട്ടൽ എനർജി, ആ ഒരു റിലീസ് ചെയ്യുന്ന എനർജിൻ്റെ മെജോറിറ്റി പോകുന്നത് കൈനറ്റിക് എനർജിയിലോട്ടാണ്. അതായത് നമ്മൾ പൊട്ടൻഷ്യൽ ബാരിയർ ബ്രേക്ക് ചെയ്ത് ആ പൊട്ടൻഷ്യൽ എനർജിനെ കൈനറ്റിക് എനർജിയിലോട്ട് കൺവേർട്ട് ചെയ്യണം. ബട്ട് ആ കിട്ടുന്ന രണ്ട് ഫ്രാഗ്മെൻറ്റിൻ്റെയും കൈനറ്റിക് എനർജി അല്ലെങ്കിൽ മൊമെൻറ്റ് നമ്മൾ ഈക്വൽ ആക്കി എടുക്കുകയാണെങ്കിൽ M1 = M2 എന്ന് നമുക്ക് പറയാവുന്നതാണ്. സോ ദ റേഷ്യോ ഓഫ് കൈനറ്റിക് എനർജി എന്ന് പറയുന്നത് K1/K2 is equal to M1V1² ഡിവൈഡഡ് ബൈ M2V2². അതിൽ നമ്മൾ റൈറ്റ് സൈഡിൽ M1 M2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുകയാണെങ്കിൽ നമുക്ക് കിട്ടുന്നത് K1/K2 is equal to M1² M2 ഡിവൈഡഡ് ബൈ M1 into M2² into V1² ഡിവൈഡഡ് ബൈ V2². സോ അതിനെ നമ്മളൊന്ന് സെപ്പറേറ്റ് ചെയ്ത് എഴുതിയാൽ M2/M1 into അപ്പോൾ അതിൽ നമുക്ക് വെലോസിറ്റിൻ്റെ ടേംസ്, അതായത് M1² നമുക്കറിയാം M1V1 is equal to M2V2. സോ M1² V1² is equal to M2² V2² M1² അതെ ഈക്വൽ ആയിരിക്കും, ദാറ്റ്സ് ഈക്വൽ ടു 1. സോ ആ ടേംസിൽ നിന്ന് നമുക്ക് കിട്ടുന്നത് കൈനറ്റിക് എനർജിൻ്റെ റേഷ്യോസ് എന്ന് പറയുന്നത് K1/K2 എന്ന് പറയുന്നത് M1/M2 ഈക്വൽ ആയിരിക്കും. അപ്പോൾ നമ്മൾ മാസ് നമുക്കറിയാലോ, അതായത് 141 ഡിവൈഡഡ് ബൈ 93 ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.51 ആണ്. സിമിലർലി നമ്മൾ കൈനറ്റിക് എനർജി ഓഫ് ഫ്രാഗ്മെൻറ്റ്സ് എടുത്ത് നോക്കുമ്പോൾ 98ഉം 66ഉം ആണ് വരുന്നത്. അത് നമ്മൾ റേഷ്യോ ചെയ്ത് നോക്കുമ്പോൾ നമുക്ക് കിട്ടുന്നത് 1.5 ആണ്. സോ കൈനറ്റിക് എനർജീൻ്റെ റേഷ്യോവും മാസിൻ്റെ റേഷ്യോവും നമുക്ക് കിട്ടുന്നത് സെയിം റേറ്റിലാണ്. സോ നമുക്ക് പറയാം നിയർലി 80% ഓഫ് ഫിഷൻ എനർജി അപ്പിയേഴ്സ് ആസ് ദ കൈനറ്റിക് എനർജി ഓഫ് ദ ഫ്രാഗ്മെൻറ്റ്സ് ആൻഡ് ദ എനർജി ക്യാരിഡ് ബൈ ദ prompt neutrons is around 5 mega electron volt and gamma ray carries 8 mega electron volt, and the decay from the radioactive fragments carries 7 mega electron volt. അതുപോലെ തന്നെ in fission reactors uranium-235 is a fuel and അതിലോട്ട് സ്ട്രൈക്ക് ചെയ്യുന്നത് സ്ലോ ന്യൂട്രോൺസ് ആയിരിക്കും. ആൻഡ് അതൊന്ന് കമ്പൈൻ ചെയ്തിട്ടാണ് uranium-236 ഉണ്ടാകുന്നത്. അങ്ങനെ അവിടെ ഒരു ഫിഷൻ പ്രോസസ്സ് നടക്കും. അതായത് നമ്മുടെ uranium-235 ഒരു ന്യൂട്രോൺ പോയി സ്ട്രൈക്ക് ചെയ്ത് uranium-236 എക്സൈറ്റ് ചെയ്തുണ്ടായിട്ട് ആ എക്സൈറ്റേഷൻ എനർജിൻ്റെ എന്താ പറയുക ആക്ടിവേഷൻ എനർജി പ്രകാരം പൊട്ടൻഷ്യൽ ബാരിയറൊക്കെ ബ്രേക്ക് ചെയ്ത് ഫ്രാഗ്മെൻറ്റ്സ് ആയി റിലീസ് ചെയ്ത് അതിൽ നിന്ന് എക്സ്ട്രാ ന്യൂട്രോൺസൊക്കെ നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യും. ബട്ട് നമ്മളിവിടെ ഒരു മാസിൻ്റെ കമ്പാരിസൺ എടുക്കുകയാണെങ്കിൽ, അതായത് ടോട്ടൽ നമ്മൾ മാസ് ഓഫ് uranium-235 നമുക്കറിയാം. അതുപോലെ തന്നെ നമുക്ക് കിട്ടുന്ന ഫിഷൻ റിയാക്ഷൻ പ്രകാരം നമുക്ക് കിട്ടുന്ന ഫ്രാഗ്മെൻറ്റ്സിൻ്റെയും ന്യൂട്രോൺസിൻ്റെയും ടോട്ടൽ മാസ് നമ്മൾ എടുത്ത് നോക്കുകയാണെങ്കിൽ നമുക്ക് കിട്ടിയിട്ടുള്ള ഒറിജിനൽ മാസിനേക്കാളും കുറവായിരിക്കും uranium-236 ന്യൂക്ലിയസിൻ്റെ ഒറിജിനൽ മാസിനേക്കാൾ കുറവായിരിക്കും ഫ്രാഗ്മെൻറ്റ്സിൻ്റെയും കിട്ടിയിട്ടുള്ള ഫിഷൻ പ്രൊഡക്ട്സിൻ്റെ മാസ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള ഒരു മിസ്സിംഗ് മാസ് ഇവിടെ വരുന്നുണ്ട്. ദിസ് മിസ്സിംഗ് മാസ് സംടൈംസ് നോൺ ആസ് ദ മാസ് ഡിഫക്റ്റ് ആൻഡ് ഈസ് ചേഞ്ച്ഡ് ഇൻ ടു എനർജി. ഈ മിസ്സിംഗ് മാസ് ആയിട്ടാണ് അവിടെ എക്സ്ട്രാ എനർജി ആയിട്ട് ഈ ഫിഷൻ പ്രോസസ്സിലൂടെ പുറത്തു വരുന്നത്. സോ ഇത്രയും കാര്യങ്ങളാണ് ന്യൂക്ലിയർ ഫിഷൻ അല്ലെങ്കിൽ എനർജറ്റിക്സ് ഓഫ് ന്യൂക്ലിയർ ഫിഷൻ എന്നുള്ള ഭാഗത്ത് അതിൽ നമ്മൾ മെയിനായിട്ട് ഫോക്കസ് ചെയ്യേണ്ടത് ഹെവിയർ ആയിട്ടുള്ള എലമെൻറ്റ്സ് ആണ് ഫിഷൻ പ്രോസസ്സിൽ വരുന്നത്. അവിടെ ഒരു ന്യൂട്രോൺ വന്ന് സ്ട്രൈക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫ്രാഗ്മെൻറ്റ്സ് ആയിട്ട് നമ്മൾ ഹെവിയർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ലൈറ്റർ ആയിട്ടുള്ള ന്യൂക്ലിയസ് ആകുന്നു. അതിൻ്റെ കൂടെ ന്യൂട്രോൺസും എനർജിയും പുറത്തു വരുന്നു. സോ താങ്ക് യു ആൾ.